എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട്, നമ്മളെ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമ. അതുമായി ബന്ധപ്പെട്ട് രണ്ട് മിടുക്കന്മാർ ചെയ്ത ചില വീഡിയോകൾ വൈറലാണ്. ഏതാണ് ആ സിനിമ? ഗോഡ് ഫാദർ. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമ. അഞ്ഞൂറാനും അച്ചാമയും തുടങ്ങി ഗോഡ് ഫാദറിലെ എല്ലാ കഥാപാത്രങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ആ ഗോഡ് ഫാദർ സിനിമയുടെ റീമേക്കിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ച രണ്ട് പാലക്കാട്ടുകാരെയാണ് സൂപ്പർ 16 പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് കണ്ടിട്ട് വരൂ. ഗോഡ് ഫാദർ സിനിമയെ ഇത്രയും മനോഹരമായി റീമേക്ക് ചെയ്ത താരങ്ങൾ ആരാണെന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയ തിരഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ രണ്ടുപേരെ പാലക്കാട് കണ്ണാടിയിൽ നിന്നും റിപ്പോർട്ടർ വാർത്താ സംഘം പിടികൂടിയിട്ടുണ്ട്. നിവിനും നിവേകും. ഞാനാണ് മുകേഷ് സാറായിട്ട് ചെയ്തത്, അവൻ ഇന്നസെന്റ് സാറായിട്ടാണ്. നിവിൻ്റെ സഹോദരൻ തന്നെയാണ് നിവേക്. നിവേകാണ് നമ്മുടെ ഇന്നസെന്റിന്റെ റോളാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? ഇന്നസെന്റ് റോളിലാകുമ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം അതാണ് എൻ്റെ ഒരു മുഖം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ. ഇതിനു മുമ്പ് നിവിനും നിവേകും അഭിനയിച്ചിട്ടുണ്ടോ വേറെ ഏതിലേലും? ഞാൻ 9 മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 9 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതിലൊക്കെ? ആറാട്ട്, 19-ാം നൂറ്റാണ്ട്, ഓമയിലേല എന്ന പടത്തിൽ പെപ്പയുടെ ചെറുപ്പമായിരുന്നു. പെപ്പയായിട്ടുണ്ട്. അച്ഛനാണ് സഹായിക്കുന്നത്, അച്ഛനാണ് മെയിൻ സപ്പോർട്ട്. അച്ഛനാണ് ആദ്യം തുടങ്ങി വെച്ച്. അച്ഛന് പണ്ട് ഇഷ്ടമായിരുന്നു, അതിനുശേഷം അച്ഛന് സാധിക്കാൻ പറ്റാതായപ്പോൾ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഞങ്ങൾക്കും ഇഷ്ടമാണ്, എനിക്കും അവന് നല്ലോണം ഇഷ്ടമാണ് ചെയ്യാൻ. അച്ഛനും കൂടി ഒന്ന് പരിചയപ്പെടാം. അച്ഛൻ്റെ പേരും കൂടി. എൻ്റെ വിനീത്. എന്താ ഫീൽഡ്? കമ്പനി നടത്തുന്നു, കണ്ണാടി തന്നെയാണ്. താരമാവണമെന്ന് ആഗ്രഹിച്ചു, ഇപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് പോവുകയാണ്. മക്കളുടെ സിനിമയിലേക്ക് എത്തി. അതെ, അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിനിമ വരാൻ പോകുന്നുണ്ട്, ഞാൻ അഭിനയിച്ച സിനിമ വരുന്നുണ്ട്. മോൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ സുഹൃത്ത് ഡയറക്ഷൻ ചെയ്യുന്നത്. ഈ നമ്മുടെ ഈ ഗോഡ് ഫാദറിൻ്റെ റീമേക്കിൻ്റെ ഈ റീല് കാണുമ്പോൾ തന്നെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. ആ പഴയ ആ സിനിമയിലുള്ള അതേപോലെ ഷർട്ടും അതേപോലത്തെ സീനും ആ വീട്ടിലേക്ക് തന്നെ ചെന്നിട്ടാണ് നിങ്ങൾ എടുത്തത് ഷൂട്ട്? അത് 500-ൻ്റെ വീടായിട്ട് ഇരുന്ന വീട്ടിൽ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. അച്ഛമ്മയുടെ വീട് അന്ന് എന്തൊക്കെയോ അവരുടെ വീട്ടിൽ തിരക്കായതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ല. ഷർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ? ഷർട്ട് എന്ന് പറഞ്ഞാൽ മോൻ്റെ മുകേഷിൻ്റെ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഷർട്ട് വാങ്ങി മൊത്തം പെയിൻ്റ് അടിച്ചതാണ്. നമ്മൾ പെയിൻറ്റ് അടിച്ചിനൊക്കെ ഒരു 10,500 രൂപ പെയിൻറ്റിന് മാത്രം ചിലവാക്കിയിട്ട് ചെയ്തതാണ്. കാരണം ആ ഒരു ക്വാളിറ്റി കളർ അതിനകത്ത് കിട്ടണം, നോർമൽ പെയിൻറ്റിനകത്ത് പറ്റില്ല. ടിക്ടോക്കിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകളുടെ റീമേക്കിലൂടെ ആണെങ്കിലും ഇവർ രണ്ടാളും ഇപ്പോൾ സിനിമാ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. സന്തോഷമായി? അതെ, സന്തോഷം, വളരെ സന്തോഷം. ഇപ്പോൾ ചെറിയ മോൻ ഇപ്പോൾ കട്ട് റൂം പറഞ്ഞിട്ട് പ്രോഗ്രാംസിലൊക്കെ മോഹൻലാലായിട്ടൊക്കെ ചെയ്ത മോനായത് ചെയ്യുന്നത്. വലിയ സന്തോഷത്തിലാണ് ഈ കണ്ണാടിയിലുള്ള ഈ കുടുംബം. കാരണം അച്ഛൻ സിനിമാ താരം ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കുറേ കാലം ജീവിച്ചു, പക്ഷേ ആവാൻ സാധിച്ചില്ല. ഇപ്പോൾ മക്കളിലൂടെ ആ ഒരു ആഗ്രഹം നിറവേറ്റി, അതിലൂടെ സിനിമ എന്ന മോഹത്തിലേക്ക് ഇപ്പോൾ ചുവടും വെച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ് കണ്ണാടിയിലുള്ള ഈ കുടുംബം, പ്രത്യേകിച്ചും നിവിനും നിവേകും. വീഡിയോ ജേർണലിസ്റ്റ് ബിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.